സുരേഷ് ഏട്ടൻ ആദ്യം കണ്ടത് എന്ന് നേരിട്ട് കണ്ടതാണോ അത് സിനിമയിൽ കണ്ടതാണ്? എങ്ങനെ കണ്ടത് പറഞ്ഞാലും മതി. സിനിമയിൽ കണ്ടത് സായസന്ധ്യ എന്നുള്ള സിനിമയാണ് ആദ്യം കണ്ടത്. പിന്നെ നേരിട്ട് ഞാനൊരു റെക്കോർഡിങ്ങിന് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, പൂജയായിരുന്നു എൻ്റെ. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. തമിഴങ്ങനെ സായസന്ധ്യയിൽ വന്ന ഒരു നടൻ, പിന്നീട് പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോൾ കണ്ട ഒരു നടൻ, അദ്ദേഹം പിന്നീട് ഒരിക്കൽ വിവാഹം ആലോചിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ടത് എങ്ങനെയായിരുന്നു? ആ സമയത്ത് എന്നൊരു കോളേജിൽ കയറിയ സമയത്തായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ച സമയത്തായിരുന്നു ഇത് സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനൊരു 6 months ടൈം ഒരു ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആലോചന വന്നു, അങ്ങനെ അത് വന്നു. അതും സിനിമയായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല, ഒരു ആലോചനയായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അമ്മൂമ്മ വീട്ടിൽ വെച്ചാണ് നേരിട്ട് ഇത് പെണ്ണ് കാണൽ ചടങ്ങായിട്ട് നടന്നത് അവിടെ വെച്ചിട്ടാണ്. എന്തുവാണ് സൂപ്പറായിട്ട് അദ്ദേഹം വന്ന സമയം എപ്പോഴും അറിയാം. പെണ്ണ് കാണൽ ചടങ്ങിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ഓണം എങ്ങനെയൊക്കെ? അന്ന് പെണ്ണ് കാണാൻ എൻ്റെ കൂടെ അമ്മാവൻ അഭിനയിച്ച് വന്നത് ശ്രീ MS തൃപ്പൂണിത്തറയാണ്. അദ്ദേഹമാണ് മരുമകൾക്ക് ടെസ്റ്റ് എടുത്തത്. അപ്പോൾ അദ്ദേഹം അന്ന് കല്യാണി രാഗത്തിൽ അല്ലേ, കല്യാണി രാഗത്തിൽ ഒരു കീർത്തനമാവാം പുള്ളിയുടെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ ആ ഒരഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് അന്നൊരു പാട്ട് പാടിയിരുന്നു. അതെൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ശ്രീ MP ഗംഗാധരൻ്റെ ഫാമിലിയിൽ ഒരു ഫുൾ ഡേ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്കിൾ അവിടെ വെച്ച് നിർബന്ധിച്ച് പാടിയ സമയത്തും പാടിയ ഒരു ഗാനമാണ് ഇപ്പോഴും. രാധിക എന്ന ഗായിക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പതിഞ്ഞു പോയ ഒരു ഗാനം അതാണ്. ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. ഓണം ഇങ്ങനെ മുറ്റത്ത് വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ, മഞ്ചരി അരികിലിരിക്കുമ്പോൾ ഓണപ്പാട്ടിന്റെ പ്രസക്തി കൂടുകയാണ്. മഞ്ചരിയുടെ ശബ്ദത്തിന്റെ ഒരു ഓണപ്പാട്ട് കൂടി. ഊഞ്ഞാലേ ഊഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട്, തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട്. ഊഞ്ഞാലേ ഊഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട്, തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട്. ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ. എനിക്ക് വേണു പെട്ടെന്ന്, എനിക്കിപ്പോഴും ദാസേട്ടൻ പാടിയ പാട്ടാണെങ്കിലും വേണു അതൊന്ന് പാടി കേൾക്കണമെന്നൊരു ആഗ്രഹം. ഇതുപോലെ ഒരു ഓണക്കാലത്ത് ഇപ്പോഴത്തെ ഓണക്കാലത്തും ആ പാട്ട് വരാത്ത, ആ 5 ദിവസങ്ങളിൽ ആ പാട്ട് വരാത്ത ഒരു ചാനലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണപ്പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ, ഇതാ ഇതാ ഇതാ. നാട്ടിൻപുറത്തേക്ക് പോയാൽ ഓണത്തിൻ്റെ എല്ലാ നല്ല അംശങ്ങളും ഇപ്പോഴും കിട്ടും, വയലുകൾ കുറഞ്ഞു പോയെങ്കിലും. വിഘ്നമശേഷമകറ്റി വിരവിൽ നീ വിഘ്നേശ പാഹി